മോളുടെ അച്ഛന്റെ സമനില തെറ്റി നടക്കുക. അങ്ങനെ നടക്കുന്ന പ്രതാപനെ കാണാൻ നിങ്ങൾക്കൊക്കെ രസമായിരിക്കും. പക്ഷേ മനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാതെ പിച്ചും പേയും ഒക്കെ പറയുന്ന അച്ഛനെ സ്വന്തം മക്കൾക്ക് അത്ര നല്ല കാഴ്ചയൊന്നും അല്ല. അങ്ങനെ അന്യന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവരല്ല ഞങ്ങൾ ആരും. അങ്ങരുടെ മനസ്സിന് സുഖമില്ലെന്ന് അറിയാം. എന്നാലും എന്നെ വിളിച്ചിട്ട് 2 തവണയാ എന്തോ പറയാൻ വന്നത്. ആ സമയത്ത് അതിനെ മറ്റുള്ളവർ തടയുകയായിരുന്നു. ഒരു ദിവസം നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ അച്ഛൻ എന്നെ വിളിച്ചപ്പോ നീയും നിന്റെ മുത്തശ്ശിയും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ശബ്ദം ഞാൻ ആ ഫോണിലൂടെ കേട്ടതാ. ഇനിയിപ്പോ അയാൾ പറയുന്നത് കഥയില്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ, എങ്കിലും പറയാനുള്ളത് അയാളെ കൊണ്ട് പറയിച്ചൂടെ? അച്ഛൻ പറയുന്നതൊന്നും ഇപ്പോ ആർക്കും കേട്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഫോൺ ഞങ്ങൾ പിടിച്ചു വാങ്ങുന്നത്. അച്ഛനുണ്ടായ വട്ടെ, ഇനി അമ്മമ്മയ്ക്കും കൊച്ചുമോൾക്കും ഒന്നും വരാതിരുന്നാ കൊള്ളാം. ഏട്ടനെ കൊണ്ടങ്ങോട്ട് പോവാൻ നോക്ക്. അല്ല മോളെ, മോളുടെ അച്ഛന് അവനോട് എന്താ പറയാനുള്ളത്? ആർക്കറിയാം അതൊക്കെ. അങ്ങേർക്ക് വട്ട് വന്നതിന് ശേഷമേ ശത്രുക്കളോടൊക്കെ വലിയ സ്നേഹമാണെന്നാ പറയുന്നത്. ഓ, അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത് കണ്ണേട്ടൻ പറയുന്നത് സത്യമാണോന്ന് എനിക്ക് സംശയമുണ്ട്. വട്ട് അഭിനയിച്ചിട്ട് ശത്രുക്കളെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇനി അവരുടെ പള്ളേക്ക് കത്തി ഏറ്റവും പറയാൻ പറ്റത്തില്ല. അത് നിന്റെ സ്വഭാവാടാ. ആയിക്കോട്ടെ, ഈ വീട്ടിൽ ഓരോരുത്തരുടെയും സ്വഭാവത്തെ പറ്റി ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. കണ്ണേട്ടൻ അങ്ങനെ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിനുള്ള സാധ്യത കൂടുതലാ. ഇവളും ഇവളുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ സ്നേഹം നടിച്ചോണ്ട് അടുത്തോട്ട് വന്നപ്പോഴൊക്കെ പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ പ്ലാൻ ചെയ്തതൊന്നും നടന്നിട്ടില്ല എന്ന് മാത്രം. പണത്തിന്റെ പിന്നാലെ ആർത്തി പിടിച്ച് ഓടിയാ അവസാനം ആർക്കായാലും ഭ്രാന്ത് വരും. അതെല്ലാവരും ഓർത്താ നല്ലത്. മോളെ, എല്ലാരും കൂടെ വന്നിട്ട് നമുക്കിട്ട് മാന്ത് കാണല്ലോ. തൽക്കാലം ആ മാന്തല് സഹിച്ചേ പറ്റൂ അമ്മേ. അല്ല, മോൾ ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നല്ലോ. ഇപ്പൊ ഇതെന്തു പറ്റി? എന്റെ അച്ഛൻ വീണതോടെ എനിക്ക് നിരാശയായി അമ്മേ. ഇനിയിപ്പോ നമ്മൾ ഈ പറയുന്ന പോലെ ജയിക്കാനൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ മിണ്ടാതെ മാറി നിൽക്കുന്ന നല്ലത്. മോളെ, ഇനി എല്ലാവരും ഇവിടെ തന്നെ തമ്പടിക്കും. നാളത്തെ ദിവസം ഒന്ന് പോയി കിട്ടാനാ പാട്. എന്നാ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചാലോ? ആകെ പോവാനുള്ളത് ആങ്ങളുടെ വീട്ടിലേക്കാ. അവിടെയാണെങ്കിൽ ഞാൻ എന്റെ മക്കളെക്കാളും സ്നേഹിച്ചവൻ മോളിലോട്ട് നോക്കി കിടക്കുക. അതെനിക്ക് കാണാനും വയ്യ. അല്ല, അവന്റെ കയ്യിലും ഉണ്ട് കുഴപ്പം. നല്ല തങ്കം പോലത്തെ എന്റെ മോളെ കൊടുത്തതല്ലായിരുന്നു അവന്. അപ്പൊ അവന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ആ ബന്ധം അങ്ങ് പൊട്ടിപ്പോയി. അല്ലെങ്കിൽ ഇപ്പം സാഗർ എന്ന് പറയുന്നവനോടൊപ്പം മഞ്ജു ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നല്ലോ മോളെ. ഓ, എല്ലാം കർമ്മദോഷം.